വചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ എനിക്ക് പരിചയമുള്ള ഒരു ബാലികാ ഭവൻ, എനിക്കറിയാവുന്ന സിസ്റ്റേഴ്സ് നടത്തുന്ന എൻ്റെ തന്നെ നാട്ടിലുള്ള ഒരു ഭവനമാണ് പെൺകുട്ടികൾക്കായിട്ടുള്ളത്. അവിടെ 10-20 പെൺപിള്ളേരെ, സ്കൂൾ കുട്ടികളെ ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ പാർപ്പിച്ച് നോക്കുന്നുണ്ട്. ഒരു ക്രിസ്മസ് അവധി കഴിഞ്ഞ് കുട്ടികളൊക്കെ തിരിച്ച് വന്ന ദിവസം പല മതസ്ഥരായ പിള്ളേരുണ്ട്. ഒരു LP സ്കൂൾ, UP സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്, പെൺപിള്ളേർ. സ്വാഭാവികമായിട്ടും വീട്ടിൽ പോയിട്ട് പിള്ളേർ തിരിച്ചു വരുമ്പോൾ കുറച്ച് സങ്കടവും കരച്ചിലും മടിയൊക്കെ ഉണ്ടാവും, കുറച്ച് കരച്ചിലുണ്ടാവുന്നതാണ്. അന്നും പിള്ളേർ തിരിച്ചു വന്നപ്പോൾ കുറേ പേരൊക്കെ കരച്ചിലുമൊക്കെ ആയിട്ട് നിന്നു വീട്ടിൽ നിന്ന് അപ്പനോ അമ്മയോ ഒക്കെ തിരിച്ചു പോയപ്പോൾ. അതുകൊണ്ട് പിള്ളേരുടെ കരച്ചിൽ അവർ വലിയ പരിഗണിച്ചില്ല. പക്ഷേ ഒരു കുട്ടി അവിടെ കിടന്ന് വല്ലാണ്ട് കരയുകയാണ്. അലമുറയിട്ട് ബഹളം വെച്ച് നിലത്ത് വീണ് കിടന്ന് ഉരുണ്ട് കൊണ്ട് കരയുന്നു. സിസ്റ്റേഴ്സ് അവളെ കുറേ സന്തോഷിപ്പിക്കാൻ നോക്കി, കൂട്ടുകാരെല്ലാം കൂടി സന്തോഷിപ്പിക്കാൻ നോക്കി. പിന്നെ സിസ്റ്റേഴ്സ് ഒരു മൈൻഡ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒതുങ്ങിക്കോളെന്ന് വിചാരിച്ച്. പക്ഷേ ഈ 5 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയ കരച്ചിൽ രാത്രി 8 മണിയായി, 9 മണിയായി. ഭക്ഷണം കഴിക്കാൻ ഇവൾ വരുന്നില്ല, ഏറ്റുവരികയല്ല, പ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. എത്ര നോക്കിയിട്ട് ഇവളിങ്ങനെ ഒരു വക ഭ്രാന്ത് കയറിയ പോലെ കിടന്ന് കരച്ചിലാണ്, നിലത്ത് കിടന്ന് ഉരുളിച്ചയാണ്. അപ്പോഴേക്ക് ഈ സിസ്റ്റേഴ്സിന് ഭയമായി, എന്നാ ചെയ്യണ്ടേ. അതിലൊരാൾ എന്നെ വിളിച്ചു, അച്ഛാ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കുകയാണ്, എന്നാ ചെയ്യണ്ടേ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ബാക്കി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടെ ആ കൊച്ചിന് ചുറ്റും നിന്നിട്ട് വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ല്. ഒരു അരമണിക്കൂർ സമയം നിർത്താതെ അങ്ങ് ചൊല്ലിക്കൂ. ഉടനെ സിസ്റ്റർ ഫോൺ വെച്ചിട്ട് ഓടി ബാക്കി പിള്ളേരെല്ലാം വിളിച്ച് ഈ കിടന്ന് അലമുറയിടുന്ന കൊച്ചിന് ചുറ്റും പോയി നിന്നിട്ട് ഉറക്കെ കൈ കോർത്ത് പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലാൻ തുടങ്ങി. അരമണിക്കൂർ ആയില്ല, ഈ സിസ്റ്ററിനെ വീണ്ടും തിരിച്ചു വിളിച്ച്, അച്ഛാ അത്ഭുതമായിരിക്കുന്നു, ആ കൊച്ച് ഉറങ്ങിപ്പോയി. വിശ്വാസപ്രമാണം ചൊല്ലി വരുന്നതിനിടയ്ക്ക് ഈ അലമുറയിട്ടിരുന്ന് കിടന്ന കൊച്ച് ശാന്തമായി അങ്ങ് ഉറക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. അച്ഛാ വിശ്വാസപ്രമാണത്തിന് ഇത്ര ശക്തിയുണ്ടോ? സിസ്റ്റർ ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ സന്തോഷം പറഞ്ഞൊക്കെ വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ എന്നെ വീണ്ടും വിളിച്ചു, അച്ഛാ ഒരു അത്ഭുതം കൂടെ ഉണ്ടായി. ഞാൻ പറഞ്ഞു എന്താ? അച്ഛാ ഇന്ന് രാവിലെ കന്നുകാലിക്കൂട്ടിൽ പശു ഉണ്ട്, അവിടെ ആ പശു കറപ്പിക്കുന്നില്ല, എന്ത് ചെയ്താൽ അടുപ്പിക്കുകയില്ല. കറവക്കാരൻ നോക്കിയിട്ട് പറ്റുന്നില്ല, സിസ്റ്റേഴ്സ് ചെന്നു, പിള്ളേരൊക്കെ ചെന്ന് എന്ത് ചെയ്താൽ കറപ്പിക്കാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ഈ പിള്ളേർ ആരോ പറഞ്ഞു, ടീച്ചറെ നമുക്ക് വിശ്വാസപ്രമാണം ചെല്ലാം, പശുവിൻ്റെ ചുറ്റും നിന്നുകൊണ്ട്. എന്നിട്ട് കുട്ടികൾ തന്നെ മുൻകൈ എടുത്ത് ഇങ്ങനെ പശുവിന് ചുറ്റും നിന്നുകൊണ്ട് വിശ്വാസപ്രമാണം ഉറക്കെ ചൊല്ലാൻ തുടങ്ങി. സിസ്റ്റർ പറയുകയാണ്, ഇതാ പശു ശാന്തമായി, പാല് കറന്നെടുക്കാനായിട്ട് സാധിച്ചു. അച്ഛാ വിശ്വാസപ്രമാണത്തിന് ഇത്രയും ശക്തിയാണോ? സിസ്റ്റർ ചോദിക്കുകയാണ്. സ്നേഹമുള്ളവർ, നമ്മൾ പലർക്കും അനുഭവമുണ്ട് വിശ്വാസപ്രമാണത്തിൽ വലിയ ശക്തി ഉൾച്ചേർന്നിരിക്കുന്നതായിട്ട്. വിശ്വാസപ്രമാണം ചെല്ലുക വഴിയായിട്ട് മാത്രം വിടുതലിലേക്ക് വന്ന പല സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസപ്രമാണമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വലിയൊരു ആയുധമാണ് നരകരാജ്യത്തിനെതിരെ. എന്തുകൊണ്ടാണ് വിശ്വാസപ്രമാണത്തിന് ഇത്ര വലിയ ശക്തി വരുന്നത്? അതും കൂടെ നമ്മളൊന്ന് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കണം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുള്ള വചനഭാഗമാണ് 21 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ടുള്ള ശുശ്രൂഷ നടക്കുന്നത് ഒരു ബഹിഷ്കരണ ശുശ്രൂഷയാണ് എന്ന് മർക്കോസ് സുവിശേഷൻ രേഖപ്പെടുത്തുകയാണ്. മർക്കോസ് സുവിശേഷകനാണ് ഏറ്റവും കൂടുതൽ ബഹിഷ്കരണ ശുശ്രൂഷകൾ ഈശോയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പണ്ഡിതന്മാർ, ഞാൻ എൻ്റെ PhD തലത്തിലുള്ള പഠനത്തിൽ എക്സോസം മിനിസ്ട്രിയെ പറ്റിയൊക്കെ പഠിച്ചു പോയപ്പോൾ സ്കോളേഴ്സ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ലോക ചരിത്രത്തിൽ, പ്രത്യേകിച്ചും പ്രാചീന ചരിത്രത്തിൽ ഈശോയുടെ അത്രയും ബഹിഷ്കരണ സംഭവങ്ങൾ ഒരാളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വേറൊരു വ്യക്തിയുമില്ല. അല്ലെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബഹിഷ്കരണ ശുശ്രൂഷ സംഭവ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തി ചരിത്രത്തിൽ ഈശോയാണ്. ചരിത്രം എന്ന് പറയുമ്പം ഈശോയുടെ ആ ഒരു കാലഘട്ടം, ആ പ്രവചന ചരിത്രകാലത്ത് പറയുന്നത്.
അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. വേറെ ഒരു വ്യക്തിയുമില്ല അതുപോലെ. അവിടെ ഇവിടെയൊക്കെ പല വ്യക്തികളുണ്ട് പിശാചുക്കളെ ഇറക്കിയതായിട്ടൊക്കെ. പഴയ നിയമത്തിലെ സോളമനെ പറ്റിയൊക്കെ ബൈബിളിന് പുറത്തുള്ള ട്രഡീഷനിലൊക്കെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയില്ല ഈശോയെപ്പറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മർക്കോസ് സുവിശേഷകൻ ഈശോയുടെ പരസ്യജീവിത ശുശ്രൂഷ ആരംഭിക്കുമ്പം മരുഭൂമിയിലെ ഈശോയുടെ സ്നാപകൻ്റെ പ്രഭാഷണം, യേശുവിൻ്റെ ജ്ഞാനസ്നാനം, മരുഭൂമിയിലെ പരീക്ഷ, ദൗത്യം ആരംഭിക്കുന്നു, ആദിശന്മാരെ വിളിക്കുന്നു, ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട്. പിന്നെ ആദ്യത്തെ സംഭവം ഈ പിശാച് ബഹിഷ്കരണമാണ് സാബത്തിൽ സിനഗോഗിൽ വെച്ച് സംഭവിക്കുന്നത്. അതേപ്പറ്റി അതേപ്പറ്റിയുള്ള കമൻ്റ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണല്ലോ. 27 തിരുവചനങ്ങൾ. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു, അവ അനുസരിക്കുകയും ചെയ്യുന്നു. അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതുവരെയും പിശാചുക്കളെ ബഹിഷ്കരിച്ചിരുന്ന ആൾക്കാർ അതുവരെയും ഈശോയ്ക്ക് മുമ്പുണ്ട്, ഈശോയുടെ കാലത്ത് ചുറ്റുപാടുമുണ്ട്. ഈശോയ്ക്ക് ശേഷം ഇന്നും സഭയുടെ പുറത്തും അനേകർ ബഹിഷ്കരണ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ഒത്തിരി പ്രാകൃതമായ, ഭയജനകമായ, ദീർഘമായ, സങ്കീർണമായ പ്രാർത്ഥനകളോ കർമ്മങ്ങളോ ചെയ്തികളോ ഒക്കെ അനുഷ്ഠാനങ്ങളോ എല്ലാം ചെയ്ത് കൂട്ടിയിട്ടാണ് പിശാചനെ ഇറക്കിവിടാനായിട്ട് നോക്കിയിട്ടുള്ളത്. അതിൻ്റെ വിജയത്തെപ്പറ്റി നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുകയില്ല. പക്ഷേ ഈശോ വന്നപ്പോൾ ഈശോ പിശാചുക്കളെ ബഹിഷ്കരിച്ചത് മത്തായിയുടെ സുവിശേഷത്തിൽ അത് തെളിച്ച് രേഖപ്പെടുത്തിയിരിക്കും. നമുക്കറിയാം 8-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതർ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി. പുറത്തു പോവുക എന്നുള്ള ഒരൊറ്റ ആജ്ഞയാണ്. വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്ന സംഭവം ആദ്യമായിട്ട് ഈശോയാണ് ചെയ്യുന്നത്. മറ്റൊരു അതുവിധ പരിപാടികളൊന്നുമില്ല. അട്ടഹാസങ്ങളും തല്ലും ബഹളവും മറ്റു പല രീതികളിലും ഒക്കെ ഒരുപാട് പ്രാകൃതമായ രീതികളുണ്ട്. എൻ്റെ PhD പഠനത്തിൽ മറ്റു മതങ്ങളിലെ ഡീമനോളജി പരമായ വിശ്വാസങ്ങൾ, ബോധ്യങ്ങൾ, ചിന്തകൾ, ഒപ്പം ബഹിഷ്കരണ തലത്തിലുള്ള ആചാരങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോന്നിട്ടുണ്ട് മറ്റ് 4 പ്രധാന മതങ്ങളിലേത് കൂടെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒത്തിരി വിചിത്രമായ ഒത്തിരി ആചാരങ്ങൾ കാണാൻ സാധിക്കും. അതിന് നടുവിലാണ് ഈശോ ഇങ്ങനെ. ഇപ്പോൾ യഹൂദർക്ക് പോലും സോളമനാണ് പഴയ നിയമകാലഘട്ടത്തിൽ ബൈബിളിൻ്റെ പുറത്തുള്ള ട്രഡീഷനുകളിൽ സോളമൻ ഒത്തിരി ബഹിഷ്കരണ ശക്തിയുള്ള ആളായിട്ടാണ് കാണുന്നത്. അദ്ദേഹം പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ പല മാർഗങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ ബൈബിളിന് പുറത്തുള്ള ലിഖിതങ്ങളിൽ ഒത്തിരിയുണ്ട്. പക്ഷെ അവിടെ പോലും ഒരൊറ്റ ആജ്ഞ കൊണ്ട് പുറത്താക്കുന്നതായിട്ട് രീതിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ യഹൂദർ അത്ഭുതപ്പെട്ട് പരസ്പരം പറയുന്നത്, ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ? ഇവൻ അശുദ്ധാത്മാക്കളോട് പോലും ആജ്ഞാപിക്കുന്നു, അത് പുറത്തു പോവുകയും ചെയ്യുന്നു. അവർക്കത് പുതിയ അനുഭവമായിരുന്നു. 28-ാം വാക്യം പറയുകയാണ്, അവൻ്റെ പ്രശസ്തി ഗലീലിയുടെ സമീപപ്രദേശങ്ങളെല്ലാം പെട്ടെന്ന് വ്യാപിച്ചു. ഇത് നമ്മൾ അടിവരയിട്ട് കാണണം, പെട്ടെന്ന് വ്യാപിച്ചു. ഈശോയുടെ പ്രശസ്തി പെട്ടെന്ന് വ്യാപിക്കാൻ ഇടവരുത്തിയ ശുശ്രൂഷ ഈശോയുടെ പ്രസംഗത്തെക്കാളും കൊടുത്ത രോഗശാന്തിയേക്കാളും മറ്റു കാരുണ്യത്തിൻ്റെ മനോഭാവത്തെക്കാളും ഒക്കെ ഈ പിശാചുക്കളുടെ മേലുള്ള ഈശോയുടെ ഈ വളരെ ലളിതവും ശക്തവുമായ സമീപന രീതിയായിരുന്നു. ഇവിടെ നമ്മൾ സുവിശേഷത്തിൻ്റെ പേജുകളിൽ തന്നെ ലൂക്കാ സുവിശേഷകൻ 9-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. 49-50 തിരുവചനങ്ങളിൽ യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം തന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. ഈശോ പറഞ്ഞു, അവനെ തടയേണ്ട, എന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. അപ്പോൾ ഈശോ ശുശ്രൂഷ ആരംഭിച്ച് 12 പേരെ തിരഞ്ഞെടുത്ത് പിന്നെ 72 പേരെ വേറെ കൂട്ടത്തിലെടുത്ത് അവരെ എല്ലാം കൂടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അപ്പസ്തലന്മാർക്ക് അധികാരം കൊടുക്കുന്നുണ്ട്. 72 പേരെ അയക്കുമ്പോൾ അവർക്ക് വെച്ച് അധികാരം കൊടുത്തു വിടുന്നുണ്ട്. ആ 72 പേരും ലൂക്കാ 10-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, 72 പേര് സന്തോഷത്തിരിച്ചു വന്ന് പറഞ്ഞ്, കർത്താവേ, നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ ഈ ഒരു ശുശ്രൂഷ ഈശ്വര അപ്പസ്തലന്മാർ ശക്തമായിട്ട് ചെയ്തു, ഈശോയും ചെയ്തു. അങ്ങനെ നീങ്ങുമ്പോഴിതാ ഇവിടെ യോഹന്നാനും മറ്റും പറയുകയാണ്, കർത്താവേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ല, 72 പേരുടെ കൂട്ടത്തിലുള്ളതല്ല, നിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളല്ല, ഒരുത്തനിതാ അതിലെ നടന്നുകൊണ്ട് നിൻ്റെ നാമം പറഞ്ഞ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്
ഈശോയെപ്പറ്റി ഒരുപാട് ആൾക്കാർ അന്ന് സമൂഹത്തിൽ ബോധ്യപ്പെട്ടൊരു കാര്യം, ഈശോയുടെ പേര് പറഞ്ഞാൽ, ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയാണ്. ഈശോയുടെ പേര് പറഞ്ഞാൽ പിശാചുക്കൾ ഇറങ്ങിപ്പോകും. ഒരുപാട് അതും ഇതും കാട്ടിക്കൂട്ടി ബഹളം വെക്കേണ്ട, കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് മറ്റു യഹൂദർ പലരും ഈശോ അറിയാതെ പോലും ഈശോയുടെ നാമം ഉപയോഗിച്ച് ഈശോ ജീവിച്ചിരുന്ന ആളുകളിൽ തന്നെ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ആരംഭിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ ലൂക്ക 9:49-50 വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 19-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഈ കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുന്ന സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലനെ പറ്റി പറഞ്ഞിട്ട് പിശാചുബാധ 13 മുതലുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ച് നോക്കി എന്ന് വായിക്കുകയാണ്. അപ്പോൾ പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന യഹൂദർ അനേകരുണ്ട്, അവർക്ക് അവരുടേതായ മാർഗങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പൗലോസ് വന്നിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇത് 19-ാം അധ്യായത്തിലാണ്, 16-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പിയിൽ വെച്ച് ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച അടിമ പെൺകുട്ടി അവളിങ്ങനെ പറയുകയോ ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു, പൗലോസിനെ അത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. തൽക്ഷണം അത് പുറത്തുപോയി. ഈശോ വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കിയവർ തന്നെ ഈശോയുടെ ശിഷ്യന്മാർ, അപ്പസ്തലന്മാരും 72 പേര്, ഇതാ പൗലോസ് അപ്പസ്തലനും തൻ്റെ ശുശ്രൂഷയിൽ പൈശാചികമായ സാന്നിധ്യങ്ങൾ കാണുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു പുറത്തു പോവുക. തൽക്ഷണം അത് പുറത്തുപോയി. ഇത് ആൾക്കാർ മുഴുവൻ കാണുന്നുണ്ട്, ഇതേപ്പറ്റി പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, യഹൂദർ പലരും പിശാചിനെ ബഹിഷ്കരിച്ചിരുന്നു. അവർ നോക്കിയപ്പോൾ ഇതാ വളരെ എളുപ്പമുള്ളൊരു മാർഗം, ഈ ഈശോയുടെ നാമത്തിൽ പറഞ്ഞാൽ മതി. എൻ്റെ വചനം പറയുകയാണ്, പല യഹൂദരും പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു. ഈശോ ആരോ നമുക്കറിയത്തില്ല, ഈശോ എന്താണെന്നറിയത്തില്ല. അവർക്കൊരു കാര്യം അറിയാം, പൗലോസിൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട് ഈശോയുടെ നാമം, ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഇവർ പറയുകയാണ്, പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നു ഇറങ്ങിപ്പോകാൻ. അങ്ങനെ ഈശോയുടെ നാമം പ്രയോഗിച്ച് നോക്കി. ഒരു സംഭവം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. യഹൂദരുടെ പ്രധാന പുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അശുദ്ധാത്മ അവരുടെ ഇപ്രകാരം മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, നിങ്ങളാരാണ്? അശുദ്ധാത്മാവ് ആവസിരുന്ന മനുഷ്യൻ അവിടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഈശോയുടെ നാമം അവിടെ ശക്തമായിട്ട് ഫലിച്ചു. പക്ഷേ ഇവർക്ക് സംരക്ഷണമില്ലാതെ പോയി, ഇവരുടെ മേൽ ആക്രമണം ഉണ്ടായി. ഈശോയുടെ നാമം പറഞ്ഞപ്പോഴാണ് ഈ പിശാചുക്കൾ ഇളകിയത്, തിരിച്ച് കോപിച്ച് പ്രതികരിച്ചത്. അടുത്ത വാക്യം പറയുകയാണ്, 17 മുതൽ വാക്യങ്ങൾ, എഫേസോസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരമറിഞ്ഞ് ഭയപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ടു. അത് നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കണം. തുടർന്ന് വായിക്കുമ്പോൾ, കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥച്ചുരുൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകെ അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. 20-ാം വാക്യം, അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ നിരീക്ഷിക്കുകയാണ്. ഒന്ന്, നമ്മൾ കണ്ടത് മർക്കോസ് 1:27-28 വാക്യങ്ങളിൽ ആദ്യത്തെ ഭൂതോച്ചാടന ഈശോ പിശാചിനെ ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ അവൻ്റെ കീർത്തി ഗലീലിലെങ്ങും പെട്ടെന്ന് വ്യാപിച്ചു. ഇവിടെ അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ പറയുകയാണ്, എല്ലാവരും യഹൂദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരം അറിഞ്ഞ് ഭയപ്പെട്ടു. കർത്താവായ യേശുവിൻ്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ടു. വീണ്ടും 20-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, അങ്ങനെ കർത്താവിൻ്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിൻ്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. അങ്ങനെ 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 എന്ന് പറയുന്നത് ഈ 3 സംഭവ സ്ഥലത്തും ബഹിഷ്കരണ ശുശ്രൂഷയിലൂടെയാണ്. ഈശോ പിശാചുക്കളെ ബഹിഷ്കരിക്കുക വഴിയാണ്.
അതുകൊണ്ട് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. ആദിമ നൂറ്റാണ്ടുകളിൽ ഈശോയുടെ ശുശ്രൂഷകാലത്ത് തന്നെ ഈശോയ്ക്ക് ഒത്തിരി എതിർപ്പുകളുണ്ടായിരുന്നു. ഈശോ ദയനീയമായിട്ട് പരാജയപ്പെട്ട പോലെ കുരിശ് തറയ്ക്കപ്പെട്ട് കുരിശ് അടക്കപ്പെട്ടു. പിന്നീട് ഈശോയുടെ അനുയായികൾ ആദ്യ നാളുകൾ മുതലേ പീഡിപ്പിക്കപ്പെട്ടു. എസ്തപ്പാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. ജെറുസലേമിലെ മെത്രാനായിരുന്ന യാക്കോ വാളിനിരയായി. അപ്പോസ്തലന്മാർ ചിതറിക്കപ്പെട്ടു. സാവൂളും മറ്റും വീടുകൾ പോലും കയറി ഇറങ്ങി ക്രിസ്ത്യാനിയെ പിടിച്ചു കൊണ്ടുവന്നു മർദ്ദിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് മുതൽ ആരംഭിച്ച സഭാ പീഡനം, അല്ലെങ്കിൽ ക്രൈസ്തവ പീഡനം നമുക്കറിയാം. ക്രിസ്തുവർഷം 313 മിലാൻ വിളംബം എന്ന് പറയുന്ന എഡിക്റ്റ് ഓഫ് മിലാൻ, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അങ്ങനെ മാനസാന്തരപ്പെടുന്ന അതുവരെയും തുടർന്നു. അപ്പോൾ ഏതാണ്ട് 250 വർഷം തുടർന്ന ഈ മതപീഡനത്തിൻ്റെ ഇതുപോലെയുള്ള എതിർ സാഹചര്യത്തിൻ്റെ നടുവിൽ, ഇടയിൽ, അടിയിലൂടെ എങ്ങനെ ഈ ക്രൈസ്തവ വിശ്വാസം ഇതുപോലെ കയറി വന്നു? ടോളമി എന്ന പേരായ റോമൻ ചരിത്രകാരൻ ചരിത്രം എഴുതി പോകുമ്പോൾ ഇങ്ങനെ പരാമർശനം നടത്തുന്നുണ്ട്. 130 വർഷം മുമ്പ് ക്രിസ്തു എന്നു പേരായ, യേശുക്രിസ്തു എന്നു പേരായ ഒരു മനുഷ്യൻ ഗലീലയിലുണ്ടായിരുന്നു. പന്തിയസ് പിലാത്തോസിൻ്റെ കാലത്ത് അവരവനെ കുരിശിൽ തറച്ച് കൊന്ന് കളഞ്ഞതാണ്. പക്ഷേ അവൻ്റെ നാമത്തിൽ ഇപ്പോഴും കുറേ പേര് നാടായ നാട് മുഴുവനും ക്രിസ്ത്യാനികളെന്ന പേരും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഒരുമിച്ച് കൂടി നടക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു മനസ്സിലാകുന്നില്ല. എന്നാൽ ടോളമിയുടെ ചരിത്രക്കുറിപ്പുകളിൽ കിടക്കുന്നുണ്ട്. ഇതേപ്പറ്റി ചരിത്രകാരന്മാർ നിരീക്ഷിച്ച് പറയുന്നത്, ഇതുപോലെയുള്ള എതിർ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ പ്രഘോഷണവും ഇങ്ങനെ കാട്ടുതീ നിലത്ത് പുല്ല് കത്തി കത്തി പടർന്ന് കയറി പോകുന്ന പോലെ, കിടത്താൻ പറ്റാതെ പടർന്ന് പിടിക്കുന്ന പോലെ വിജാതിയർക്കിടയിലെല്ലാം ചെന്ന് പിടിച്ചത് പ്രധാനമായിട്ടും ഈശോയുടെ നാമത്തിൽ അന്തലീനമായിരുന്ന ഈ ബഹിഷ്കരണ ശക്തി വഴിയായിട്ടാണ്. ആദിമ നാളുകളിൽ, അതുകൊണ്ട് ഈ നിരീക്ഷകർ, സ്കോളേഴ്സ് പറയുകയാണ്, ഈശോ അറിയപ്പെട്ടിരുന്നത് വളരെ ശക്തനായ ഒരു എക്സോർസിസ്റ്റായിട്ടാണ്. വളരെ ശക്തനായ ഒരു എക്സോസിസ്റ്റ്. ആ രീതിയിലാണ് ഈശോ ആദ്യ നാടുകളിൽ അറിയപ്പെട്ടിരുന്നത്. അവർക്ക് മറ്റു വിജാതിയർക്ക് മിശിഹായാണ്, പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ, രക്ഷിക്കാൻ വരുന്നതാണ്, പാപത്തിൽ നിന്ന് ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ഒരു കാര്യം അറിയാം, പിശാചികളുടെ പീഡ അവർക്ക് നിരന്തര അനുഭവമാണ്. നമുക്കതേപ്പറ്റി പിന്നീട് കുറച്ച് ചിന്തിക്കണം. അങ്ങനെയുള്ള പീഡകളുടെ നടുവിൽ ഒരുപാട് കിരാതവും പ്രാകൃതവുമായ ദീർഘമായ സങ്കീർണമായ പരിപാടികളായിട്ട് ഇറക്കി വിടാൻ നോക്കുന്നിടത്ത് ഇതാ വളരെ എളുപ്പത്തിൽ ഈ ഈശോയുടെ പേര് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഈ ക്രൈസ്തവ വിശ്വാസ ആദ്യ നാളുകൾ ഇങ്ങനെ പടർന്ന് കയറിയത് എന്നൊരു നിരീക്ഷണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ കണ്ടു. അപ്പോസ്തലർ 19 യഹൂദർ ആദ്യം പറഞ്ഞത്, അപ്പോസ്തലന്മാർക്ക് പുറത്തുള്ള ആൾക്കാർ ആദ്യം ഈശോയുടെ നാമം പറഞ്ഞത്, പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അത് വിജയിക്കുന്ന കണ്ടപ്പോൾ ഇവർ അന്വേഷിക്കാൻ തുടങ്ങി, ആരായി ഈശോ? അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു കൊടുത്തല്ലേ എങ്ങനെ അറിയാൻ പറ്റി? അതാ പന്തിയസ് പീലാത്തോസ് കുരിശിൽ തറച്ച് കൊന്ന് കുഴിച്ചു മൂടിയ വ്യക്തിയാണ് നസ്രായനായ ഈശോ. അപ്പോൾ കുഴിച്ചു മൂടി തീർന്നു പോയ ആളാണോ? അല്ല, അവിടുന്ന് ഉത്ഥാനം ചെയ്തു. ഈ അപ്പോസ്തലന്മാർക്ക് അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. സവിതക്കന്മാർ പലയിടത്തും എഴുതുന്നുണ്ട്, ഈ ശുശ്രൂഷ ചെയ്ത ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങി, പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ മാത്രമല്ല, പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത ആ പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ ശക്തി വളരെ വർദ്ധമാനമായിട്ട് ഇവർ അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഒരു ഉത്സവത്തിന് കൂടുതൽ അന്വേഷിച്ചു, ആരാണ് ഈശോയുടെ ചരിത്രം, എന്താണ്, അപ്പനാരാ, അമ്മയാരാ? അപ്പോൾ പറഞ്ഞു കന്യകാമരത്തിൽ നിന്ന് പിറന്നതാണ്. പിന്നെ മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് വഴിയായിട്ട് പിറന്നതാണ്. ഇപ്പോൾ എവിടെയാണ്? പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ആളാണ്. ഇങ്ങനെ അവർ ഈശോയെ പറ്റിയുള്ള വിശേഷണങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ഫോർമുല പോലെ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. പല പണ്ഡിതരും അഭിപ്രായപ്പെടുന്നത് വിശ്വാസ പ്രമാണം രൂപപ്പെട്ടത് ഈ രീതിയിലാണ് എന്നാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. ഈശോ എന്ന വ്യക്തിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ദൈവിക ശക്തി, പരിശുദ്ധാത്മ ശക്തി, അതിന് പൈശക്തിയുടെ മേലുള്ള അധികാരം, ഫലദായകത്വം, അത് കണ്ട് ഈശോയുടെ നാമത്തെ, ഈശോ എന്ന വ്യക്തിയെ അവർ വിശേഷിപ്പിച്ച് എടുത്ത് ഫോർമുലകൾ വഴിയായിട്ട് അതങ്ങനെ പിന്നീട് വന്നപ്പോൾ ശ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം, പിന്നെ സഭയുടെ ആധികാരികമായിട്ട് നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം അങ്ങനെ വിപുലപ്പെടുത്തി എടുക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലുക വഴിയായിട്ട്
പൈശാചിക ശക്തികളുടെ മേൽ വലിയ പവർ, അധികാരം അല്ലെങ്കിൽ കരുത്ത്, വിജയം നമുക്ക് ലഭിക്കുന്നതായിട്ട് പല സംഭവങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും പല അനുഭവങ്ങളുണ്ടാവും. അതിൻ്റെ പുറകിലുള്ള കാരണം വിശുദ്ധൻ കാണിച്ചു തരികയാണ്. ഈശോയുടെ നാമം, ഈശോയുടെ വ്യക്തിത്വം, ഈശോ വഴി പിതാവായ ദൈവം മനുഷ്യർക്ക് ഒരുക്കിയ രക്ഷ, അത് മുഴുവനും സമ്യക്കായിട്ട് ഈ വിശ്വാസ പ്രമാണത്തിൽ ഉൾച്ചേർന്നിരിക്കുകയാണ്. നമുക്കൊരു നിമിഷം നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. ഒട്ടുപത്ത് നിൽക്കാൻ സാധിക്കുന്നവരങ്ങനെ ചെയ്യുക. അല്ലാത്തൊരു പ്രാർത്ഥനാപൂർവ്വം ഉള്ളു തുറന്ന് ആയിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങ് വചനം കൊണ്ട് പിശാചുക്കളെ പുറത്താക്കിയല്ലോ. അത് കണ്ട സാമാന്യ ജനം യഹൂദർ അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതെന്ത് പുതിയ പ്രബോധനമോ? അങ്ങയുടെ പ്രശസ്തി പെട്ടെന്ന് വ്യാപിച്ചു. ഒരു ഭൂതോച്ചാടകൻ, പിശാചുക്കളുടെ അധികാരമുള്ള വ്യക്തി എന്ന രീതിയിൽ അങ്ങയുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ പോലും 12 അപ്പസ്തലന്മാർക്കും 72 ശിഷ്യന്മാർക്കും പുറമേ ഉള്ളവർ പോലും അങ്ങയുടെ നാമം ഉപയോഗിച്ചിരുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു. പൗലോസിൻ്റെ ശുശ്രൂഷ വേളയിൽ പൗലോസിലൂടെ കേട്ട ഞങ്ങളുടെ തിരുനാമത്തിൻ്റെ ശക്തി മറ്റ് സഹോദരങ്ങൾ, ഗ്രീക്കുകാരും വിജാതീയമായ ആൾക്കാർ പോലും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കർത്താവേ അങ്ങയുടെ നാമത്തിൻ്റെ കരുത്തും വചനത്തിൻ്റെ ശക്തിയും അവരിലേക്ക് കടന്നു ചേർന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അങ്ങയുടെ നാമത്തിൽ അന്തലീനമായിരിക്കുന്ന ഈ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലും നിരന്തരം ഞങ്ങൾ അനുഭവിച്ചറിയാൻ ഇടവരുത്തണമേ. പ്രത്യേകിച്ചും വിശ്വാസ പ്രമാണം കരുത്തോടെ അതിനെ സമീപിക്കാനും വിശ്വാസത്തോടെ അത് ഉപയോഗിച്ചുകൊണ്ട് ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ഈശോ എന്ന നാമത്തിലൂടെ ദൈവം ഞങ്ങൾക്കായി ഒരുക്കി തന്നിരിക്കുന്ന ഈ വലിയ ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരകരാജ്യത്തിൻ്റെ സാന്നിധ്യ സ്വാധീനങ്ങളെയും കെണികളെയും മറികടക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ആഴപ്പെടുവാൻ ഞങ്ങൾക്കും ഇടയാക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗമൺ മൗണ്ടനുമ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും കർത്താവേ, നിൻ്റെ വചനത്തിനായി ഈ നിമിഷങ്ങളിൽ കാതോർത്ത് ഉള്ളു തുറന്ന് വിശ്വാസത്തോടെ അതിനെ സമർപ്പിച്ച് ഇപ്പോൾ ജീവിതത്തിൻ്റെ നിരവധിയായ തലങ്ങളെ അങ്ങയുടെ പ്രത്യേകമായ ദൈവിക കരസ്പർശനത്തിനായിട്ട് തുറന്ന് സമർപ്പിച്ചായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തിക്കൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുനാമ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, തിരുക്കുരിശൻ്റെ മുദ്രയാൽ ഈ മക്കളിൽ നിന്നും സകല നാരികീ ശക്തികൾ, പൈശാചിക സാന്നിധ്യ സ്വാധീനങ്ങൾ, കെണികൾ, തെറ്റായ ആശയങ്ങൾ, വഞ്ചനകൾ വിട്ടുപോയി ദൈവരാജ്യ അനുഭവത്തിലേക്ക് മക്കൾ ഓരോരുത്തരും വിടർന്ന് ആഴപ്പെട്ട് വളരുവാൻ ഇടവരട്ടെ. അങ്ങയുടെ തിരുനാമ മഹത്വത്തിനും ഞങ്ങളുടെ വിശ്വാസ വളർച്ചയ്ക്കുമായിട്ട് ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹായവും സംരക്ഷണവും പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.